ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇന്ന് സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ഒരു കേക്ക് ഉണ്ടാക്കാം. ക്യാരറ്റും ഓമയ്ക്കായൊക്കെ വെച്ച് ഇന്നൊരു കേക്ക് വെക്കാം. പിന്നെ ഫ്രൂട്ട്സുകളും ഉണ്ട്, നട്ട്സ്, എല്ലാ ഫ്രൂട്ട്സുകളും ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണിക്കാം. അതിന് വേണ്ടതെല്ലാം ഞാൻ ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓമയ്ക്കായ മെയിനായിട്ടും ക്യാരറ്റുമാണ്. പിന്നെ അടുത്ത വേണ്ടത് ഗ്രാമ്പൂ, പട്ട, ഒരു ജാതിക്കയുടെ ഉള്ള ഇത്, പിന്നെ ഏലക്ക, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ട്, ചെറിയൊരു ഗ്ലാസ്സാണ് മൈദാപ്പൊടിയാണ്, അത് അരച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ്, പിന്നെ നമുക്ക് വേണ്ടത് എസൻസ്, പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റ്, അര ടീസ്പൂൺ, ഒരു ശകലം മതി, 2 മുട്ട. ആദ്യം നമ്മൾ ഈസ്റ്റിലേക്ക് എന്ത് ചെയ്യണം, തിളപ്പിച്ച വെള്ളമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊരു ശകലം ഒരു 1/2 സ്പൂൺ ഈസ്റ്റുണ്ട്. ആ ഈസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കലക്കുന്നു. എന്നിട്ട് ഇത് ഇവിടെ മാറ്റി വെക്കുന്നു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ഇടുവാണ്. ക്യാരറ്റ്, ഓമയ്ക്ക, നട്ട്സ് നമുക്ക് എല്ലാം പൊടിച്ച് ചേർക്കാം. അത് കഴിഞ്ഞ് ഈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് കുതിരാനാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഒരു ശകലം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. നന്നായിട്ട് അടച്ച് വെക്കാം. ആ സമയത്ത് നമുക്ക് മുട്ട 2 അടിച്ചുകൊണ്ട് വരാം. മൈദാപ്പൊടി നമുക്കൊരു 2 സ്പൂൺ എടുത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ടെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്കിത് മിക്സിയിലൊന്ന് പൊടിക്കാം. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഫ്രൂട്ട്സ് എല്ലാം ഈ പാത്രത്തിലേക്കാക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിക്കുന്നു. 2 മുട്ടയാണ്. അടുത്ത നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇതൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഇടുന്നു. പിന്നെ നമുക്ക് വേണ്ട 2 സ്പൂൺ കൂടെ മൈദാപ്പൊടി അരിച്ചതാണ്, അതൊഴിച്ച് 2.5 സ്പൂൺ ചേർത്തു. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലേ, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു ഹാഫ് ഇട്ട് കൊടുക്കുന്നു. ഒത്തിരി വേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് എസൻസ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ പഞ്ചസാര എത്ര എടുത്തിട്ടുണ്ട്, ഇത് മെൽറ്റാക്കാൻ വെക്കണം. ഒരു ഹാഫാണ്, 1.5 സ്പൂണുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഈ പാനിലേക്ക് വെക്കാനാണ്. അത് ചൂടായി, അത് നമുക്ക് കുറച്ച് ഇതിനകത്തോട്ട് ചേർക്കാം മെൽറ്റാകാനായിട്ട്. ഒരു മീഡിയം ഇതിൽ വേണം ആക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഒരു ശകലം വെള്ളം മതി, ഒരു 2.5 സ്പൂൺ വെള്ളം മതി. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഇടുന്നുകൊണ്ട് മെൽറ്റാവും. സമയം കൊണ്ട് നമുക്ക് കുറച്ച് 1 സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. മിക്സിയിൽ പൊടിച്ച് ജസ്റ്റ് ഒന്ന് നല്ലതായിട്ട് പൊടിച്ചുകൊണ്ട് വരാം. സമയത്ത് നമുക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും നമുക്ക് ബട്ടർ ഇതിലേക്കിട്ട് 2 സൈഡും ഒന്ന് തൂത്ത് കൊടുക്കണം. ഈ സൈഡെല്ലാം വേണം ഒന്ന് തൂത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ബട്ടർ പേപ്പർ തൂക്കി കൊടുത്തു. ഇനി നമുക്കിത് ഇതിൻ്റെ
കൂടെ എല്ലാം ഒന്നുകൂടെ ഒന്ന് തൂക്കി കൊടുക്കാം. ഞാനിതെല്ലാം മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടിരിക്കുവാണ്. ഇനി ഞാനിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാൻ ഇതിലേക്ക് ഒഴിക്കുന്നു. നമ്മൾ അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ചെയ്തിരിക്കുന്ന ഇതിലേക്ക് ചേർക്കുന്നു. വീണ്ടും ഒരു ശകലം കൂടെ അതിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. പൊടിച്ച പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ബാക്കി പഞ്ചസാരയും കൂടെ പൊടിച്ചതിനകത്ത് ചേർത്ത് ശകലം ലൂസാകാനായിട്ട് ഒരു കാരാമലിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. നമ്മൾ നോക്കണം ഇത് എത്രയും ആയെന്ന്. നമുക്കിനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തട്ടിക്കൊടുക്കണം. ബൗൾസൊക്കെ ഉണ്ട് പൊക്കോളും. ഇത് നന്നായിട്ട് തട്ടിക്കൊടുക്കണം. ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഓമയ്ക്കായും ക്യാരറ്റും നട്ട്സും ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് ഞാനിത് ഓവനിലല്ല വെച്ചേക്കുന്നത്, ഞാനിതിലേക്കാണ് വെച്ചേക്കുന്നത്. ഇതുപോലെ ഇതിനകത്ത് വെച്ചു. ചെറു തീയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കിത് അടച്ചു വെക്കാം. ഇത് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് ഗ്യാസ് പോകാത്ത രീതിയിലാക്കാം. നമ്മുടെ അടുപ്പത്തിരിക്കുന്ന നമുക്ക് നോക്കണമല്ലോ. ഇതുപോലെ തന്നെ നമ്മൾ ഈ പാൻ വെച്ചിരിക്കുമ്പോൾ നമുക്കിതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ പുറത്ത് വെയിറ്റ് വെച്ചിട്ടുണ്ട്, ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളിതുപോലെ വെയിറ്റ് വെക്കണം. അന്നേരം ഇച്ചിരി കൂടെ ഒന്നുകൂടെ റെഡി ആകത്തുള്ളൂ. നമുക്കിനി എന്തായെന്ന് നമുക്ക് നോക്കാം. നമുക്കത് തുറന്ന് നോക്കാം. എന്ത് ചൂടാണ്. ഇതേപോലെ നമുക്ക് കുത്തി നോക്കണം. ഇപ്പം വേവായിട്ടുണ്ട്. എൻ്റെ സ്പൂണിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. ഇത് നമുക്കിങ്ങെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്ന ഈ ക്രിസ്മസിന്. ഇപ്പോൾ ഓമയ്ക്ക ക്യാരറ്റും കൂടെ ചേർന്നാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കണം. ശകലം പ്രയാസമാണെങ്കിലും എല്ലാവരും ഇതിലേക്ക് ഇതേപോലെ ഉണ്ടാക്കണം. എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യണം. ബൈ. എല്ലാവരും ഉണ്ടാക്കി നല്ലൊരു കേക്കാണ്. സ്വാദിഷ്ടമായിട്ട് നല്ലൊരു കേക്കാണ്. ഇതുപോലെ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കണം. എല്ലാവർക്കും ബൈ.